രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇത് ജ്ഞാനത്തിനുള്ള പ്രാധാന്യം, ജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ അന്ധകാരം നശിക്കുകയുള്ളൂ, നമ്മുടെ സ്വരൂപം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. അത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോഴും നമ്മൾ ബന്ധനത്തിനാണ്. നമുക്ക് ഇത് മോക്ഷം ഭാവിയിൽ കിട്ടുന്ന ഒരു വസ്തുവാണെങ്കിൽ അത് നമുക്കൊരു കാര്യം മനസ്സിലാക്കുക. മോക്ഷം നമ്മുടെ സ്വഭാവമല്ലെങ്കിൽ അത് ഭാവിയിൽ കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ശാശ്വതമല്ല എന്നാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ ഒരു കുടത്തിൽ വെള്ളം ഒഴിച്ചു അതിൽ അരിയിട്ട് വേവിക്കുകയാണ്, അത് ചോറുണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ തീക്ക് ചൂടുണ്ട്. ആ തീയുടെ ചൂട് കാരണം കുടത്തിന് ചൂട് കിട്ടി. ആ കുടത്തിന് ചൂട് കാരണം കുടത്തിലുള്ള വെള്ളത്തിന് ചൂട് കിട്ടി. ആ വെള്ളത്തിന് ചൂട് ഉള്ള കാരണം ചൂട് കിട്ടി, അരി വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 4 കാര്യമുണ്ട്. അഗ്നിയുണ്ട്, കുടമുണ്ട്, വെള്ളമുണ്ട്, ചോറുണ്ട്, അരിയുണ്ട്. ഇതിൽ ഈ 4ഉം നല്ല ചൂടുണ്ട്. തൊട്ടാൽ കൈ പൊള്ളും. പക്ഷേ ഈ കുടം എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ കുടത്തിൻ്റെ ചൂടും കുടത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അരിയും ഇതിന് ചൂട് അത് ഇല്ലാതെയാകും. കാരണം അതിൻ്റെ ആ ചൂട് അതിൻ്റെ സ്വഭാവമല്ല. നേർമറിച്ച് അഗ്നിക്ക് എപ്പോഴും ചൂടുണ്ട്. അഗ്നിയുടെ ചൂട് അഗ്നിയുടെ സ്വഭാവമാണ്. അതുപോലെ ഇന്ന് ഞാൻ മോക്ഷം ഭാവിയിൽ കിട്ടേണ്ട ഒരു കാര്യമാണെങ്കിൽ ആ മോക്ഷം, ആ സ്വാതന്ത്ര്യം ശാശ്വതമല്ല. അതുകൊണ്ട് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്: അല്ലേ മനുഷ്യ, നിൻ്റെ സ്വരൂപം സ്വാതന്ത്ര്യമാണ്, യു ആർ ഓൾവേസ് ഫ്രീ. അപ്പോൾ നമ്മുടെ ആ മനസ്സിനെ മാലിന്യം കൊണ്ട് നമ്മുടെ ബന്ധനത്തിനാണ് തോന്നുകയാണ്. നല്ല ഉദാഹരണം ശങ്കരാചാര്യന് പറയുന്നുണ്ട്: സ്വയം പ്രകാശത്തെ ഹി ആത്മാ മേഘാപായേ അംശുമാനിവ. സ്വയം പ്രകാശത്തെ ഹി ആത്മാ എന്നാണ്. ആത്മ സ്വയം പ്രകാശമാണ്. മേഘാപായേ അംശുമാനിവ. എപ്രകാരം സൂര്യൻ ആകാശത്തുണ്ട്, പക്ഷെ അത് മേഘം കൊണ്ട് മറന്നിരിക്കുകയാണ്. മേഘം കേറി ദിവാകര പ്രഭയെ മൂടും കണക്കെന്നപ്പോൾ നമ്മൾ പാടാറുണ്ട്. മേഘം കേറി ദിവാകര പ്രഭയെ മൂടും കണക്കെന്നപ്പോൾ. അവിടെ ആകാശത്തിൽ സൂര്യനുണ്ട്, പക്ഷെ മേഘം അതിനെ മറിഞ്ഞിരിക്കുകയാണ്. ആ മേഘത്തിനെ കാണാൻ സാധിക്കുന്ന പോലെ നമുക്ക് സൂര്യൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ കാറ്റ് വന്ന് ഗുരുവിൻ്റെ കൃപ, ഗുരുവിൻ്റെ അനുഗ്രഹം എന്നുള്ള കാറ്റ് കൊണ്ട് ആ മേഘത്തിനെ ആയിക്കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടായിരുന്ന സൂര്യൻ അവിടെ പ്രത്യക്ഷപ്പെടില്ല. സൂര്യൻ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ആ മേഘം അതിനെ മറന്നിരിക്കുകയായിരുന്നു. ആ മേഘം ഇല്ലാതെ കഴിഞ്ഞാൽ ഗുരുവിൻ്റെ കൃപ, കാരുണ്യം എന്നുള്ള ആ വായു, ആ മേഘത്തെ, അന്ധകാരത്തെ നീക്കം ചെയ്താൽ നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുന്നു, ആത്മാവിനെ കാണാൻ സാധിക്കുന്നു. സ്വയം പ്രകാശത്തെ ഹി ആത്മാ മേഘാപായേ അംശുമാൻ ഇവ. എപ്രകാരം കാറ്റ് ആ മേഘത്തിനെ ഇല്ലാതെ കഴിഞ്ഞാൽ എപ്പോഴുമുള്ള ആ സൂര്യൻ പ്രകാശിക്കും നമുക്ക് അനുഭവപ്പെടുന്നു. അത് അപ്രകാരം നമ്മുടെ പരമാനന്ദം നമ്മുടെ ഹൃദയത്തിലാണ്. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ മാലിന്യം കൊണ്ട് അത് മറി നിൽക്കുകയാണ്. ഈശ്വര കൃപയും ഗുരുവിൻ്റെ കൃപ കൊണ്ട് ആ മാലിന്യം ഇല്ലാതെ കഴിഞ്ഞാൽ നമുക്ക് ആത്മാനുഭൂതി, പരമാനന്ദം അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഗുഖാരസ്തു അന്ധകാരശ്ച ഋകാരസ്തൻ നിരോധക എന്നാണ്. ഘു എന്നുള്ള വാക്കുകൊണ്ട് അന്ധകാരം, ഋഖാര തൻ നിരോധക, ആ അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്നതാണ്. ഗുരു ഡസ് നോട്ട് ഗിവ് എനിത്തിങ്, ഗുരു ജസ്റ്റ് റിമൂവ്സ് എന്നുള്ള വാക്കാണ്. അതാണ് ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ എൻ്റെ സ്വരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എനിക്ക് ജന്മം ഉണ്ടാവില്ല എന്ന് പറയും. ഇപ്പോൾ സാധാരണ മോക്ഷം എന്ന് പറയുന്നത് ഇത് ഈ ജനന മരണ ദുഃഖം, അതാണ് ഈ സംസാര ചക്രം. അതിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം. ഇനി പുനരപ്പി ജനനം, പുനരപ്പി മരണം, പുനരപ്പി ജനനി ജഠരേ ശയനം. ഈ ജനിക്കുക, വീണ്ടും മരിക്കുക, ജനിക്കുക, വീണ്ടും മരിക്കുക. ആ സർക്കിൾ, ആ ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആത്മസ്വരൂപം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജനനം ഉണ്ടാവില്ല. അതാണ് ഇവിടെ മോക്ഷം എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെയും മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യമാണ്. മനുഷ്യജന്മവും മനുഷ്യ ശരീരവും വളരെ ദുർലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഈ മനുഷ്യ ശരീരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ജന്മം നമ്മൾ എങ്ങനെയെങ്കിലും ഈശ്വര സാക്ഷാത്കാരത്തിനോ ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ കേനോപനിഷത്ത് പറയുന്നത്, ഇഹച്ചേത് അവേദീത് അത് സത്യമസ്തി, നച്ചേത് ഇഹാവേദീൻ മഹത്തി വിനഷ്ടി എന്നാണ്. നമ്മുടെ ഈ ജീവിച്ചിരിക്കുമ്പോൾ ഇഹച്ചേത് അവേദീത് അത്
സത്യമസ്തി. നമ്മുടെ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ അതിനെ അറിയാൻ സാധിക്കുകയാണെങ്കിൽ സത്യമസ്തി, നമ്മൾ രക്ഷപ്പെട്ടു, വെരി ഗുഡ്. നച്ചേത് ഇഹ വേദീൻ മഹതി വിനഷ്ടി. എന്നാൽ നേരെ മറിച്ച് നമുക്ക് ഈ ആയുഷ്കാലത്ത് നമുക്ക് നേടാൻ സാധിച്ചില്ലെങ്കിൽ മഹതി വിനഷ്ടി, വലിയൊരു നഷ്ടമായിരിക്കും. കാരണം നമുക്കിനി എപ്പോഴാണ് ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് അറിയാൻ അത് പറയാൻ സാധിക്കില്ല. സാധാരണ ശാസ്ത്രം പറയുന്നത്, പുരാണങ്ങൾ പറയുന്നത് ദേവന്മാർ പോലും നമ്മുടെ അസൂയാണ് മനുഷ്യന്മാരോട്. കാരണം ദേവലോകം എന്നൊരു ഭോഗമണ്ഡലം മാത്രമാണ്. അവിടെ നമുക്ക് സത്കർമ്മം ചെയ്യാനുള്ള അവിടെ ഇത് സത്കർമ്മം ചെയ്യാൻ പറ്റില്ല എന്നവരുടെ അവിടെ ഭോഗമണ്ഡലമാണ്. നേരെ മറിച്ച് നമ്മുടെ ഭൂലോകത്ത് നമുക്ക് സത്കർമ്മം ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ദേവന്മാർ പോലും മനുഷ്യന്മാരോട് അസൂയാണെന്നാണ്. അപ്പോൾ ഇഹച്ചേത് അവേദീത് സത്യമസ്തി നച്ചേത് ഇഹ വേദീൻ മഹതി വിനഷ്ടി. അത് നമ്മുടെ ഈ ആയുഷ്കാലത്ത് നേടാൻ സാധിക്കുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, വെരി ഗുഡ്. രക്ഷപ്പെടാൻ അതല്ലാതെ അത് നേടാൻ സാധിച്ചില്ലെങ്കിൽ ഒരു വലിയൊരു നഷ്ടമായിരിക്കും. ഇത് ഭൂതേഷു വിചിത്യ ധീര പ്രിയത്യാസ്മാ ലോകാത് അമൃതാ ഭവന്തി. അമ്മയുടെ അമൃത ഭവന്തി. അത് ഭൂതേഷു വിചിത്യ ധീര. ആ വ്യക്തി മനസ്സ് ചിത്തശുദ്ധിയുള്ള വ്യക്തിയാണെങ്കിൽ എല്ലാ ജീവികളിലും ആ പരമാത്മനെ അറിയാൻ സാധിച്ചിട്ട് അങ്ങനെയുള്ള വ്യക്തി ഇവിടെ ഇത് പ്രീത്യാസ്മാ ലോകാത് അമൃതാ ഭവന്തി. ഇവിടെ മനുഷ്യ ജന്മത്തിൽ തന്നെ മരിക്കുന്ന മുമ്പായിട്ട് തന്നെ ആ മോക്ഷം നേടിയാണ്. വേദാഹമേത്വം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഃ പരസ്ഥാത്. ആ അനുഭൂതി എന്ന് പറയാണ് ആ മഹാത്മാ പറയാണ്, വേദാഹമേത്വം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഃ പരസ്ഥാത്. ഞാൻ ആ പരമപുരുഷനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഏതാണ് നമ്മുടെ ഉറക്കത്തിൽ നമുക്കൊരു അന്ധകാരമുണ്ട്. നമ്മൾ സാധാരണ ഉണർന്നു കഴിഞ്ഞു, സ്വപ്നാവസ്ഥയിൽ പോയി പിന്നെ സുഷുപ്തിയിലേക്ക് പോയി വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ, ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, പിന്നെ സുഷുപ്തി അവസ്ഥ, അതിനപ്പുറം നമുക്ക് പോരാൻ സാധിക്കുന്നില്ല. നേർമറിച്ചു മഹാത്മാക്കൾ പറയാണ്, വേദാഹമേത്വം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഃ പരസ്ഥാത്. നമ്മൾ ഉറക്കുന്നില്ല ആ അന്ധകാരത്ത്, അതിനപ്പുറം ഇനിയും ഒരു അവസ്ഥയുണ്ട്. അത് അറിഞ്ഞവനാണ് ഞാൻ. വേദാഹമേത്വം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഃ പരസ്ഥാത്. ആ സൂര്യപ്രകാശം പോലെ അത്രയും പ്രകാശമയമായ ഒരവസ്ഥയുണ്ട്. ഈ തമസഃ പരസ്ഥാത്, നമ്മൾ ഈ ഉറക്കത്തിൻ്റെ അപ്പുറം അതിനെ അറിഞ്ഞവൻ തമേവം വിദ്വാൻ അമൃത ഇഹ ഭവതി എന്നാണ് പറയുന്നത്. തമേവം വിദ്വാൻ, ആ പുരുഷനെ സാക്ഷാത്കരിച്ച വ്യക്തി, തം ഏവം വിദ്വാൻ അമൃത ഇഹ ഭവതി. നമ്മുടെ ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മോക്ഷം നേടാൻ സാധിക്കുമെന്നാണ്. അല്ലാതെ മരിച്ച് സ്വർഗത്തിൽ പോയിട്ടുള്ള മോക്ഷമല്ല.